ഒന്നും പറ്റിയില്ല കേട്ടോ. സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചലഞ്ചാണ് കേട്ടോ. കുറേ കാലമായി നമ്മുടെ അത്തബാസ് വേൾഡിൽ ഒരു ചലഞ്ച് വീഡിയോ വന്നിട്ട് എനിക്ക് തോന്നുന്നു ഓണത്തിന് മുന്നെയാണ് ഞാനും നന്ദുവും കൂടി ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇന്നത്തെ ചലഞ്ചിൽ ഞാനും നന്ദു മാത്രമല്ല, പുതിയ സബ്സ്ക്രൈബേഴ്സിന് ചിലപ്പോൾ നന്ദുവിനെ അറിയുന്നുണ്ടാവില്ല, ഞങ്ങളുടെ അനിയത്തിയാണ് നന്ദു. അപ്പോൾ ഞാനും നന്ദുവും കൂടിയിട്ട് ഇതിന് മുന്നേ 2-3 ചലഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്രാവശ്യത്തെ ചലഞ്ചിൽ ഞങ്ങൾ രണ്ടാളും മാത്രമല്ല, എക്സ്ട്രാ 2 പേരും കൂടി നമ്മളിവിടെ കൊണ്ടുവരുന്നുണ്ട്. അത് കൂടാതെ തന്നെ ഈ ചലഞ്ച് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 2 ഗ്രൂപ്പായിട്ട് തിരിയും. ഒരു ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹളേര എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രൂപ്പും ആത്തേമാർ എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രൂപ്പും, അങ്ങനെ 2 ഗ്രൂപ്പായിട്ടാണ് നമ്മൾ ഇന്നത്തെ ഈ ചലഞ്ച് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിന് വേണ്ട സാധനങ്ങൾ നമ്മളിവിടെ ഓൾറെഡി കൊണ്ടുവച്ചിട്ടുണ്ട്. ഈ കുപ്പി ഞാൻ ഇവിടെ വെക്കുകയാണ്. ഇത് നമുക്ക് എപ്പോഴേലും വെള്ളം കുടിക്കാൻ തോന്നുമ്പോൾ കുടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ തണുത്ത വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. അത് പിന്നെ എന്താണെന്നൊക്കെ ഞാൻ പിന്നെ പറയാം കേട്ടോ. പിന്നെ ഇത് ഇവിടെ അരിപ്പൊടി, എണ്ണ, മയണൈസ് ഉണ്ട്, കൺമഷി ഉണ്ട്, നാരങ്ങ ഉണ്ട്, ഇഞ്ചി ഉണ്ട്, പച്ചമുളക് ഉണ്ട്, ഒരു മിഠായി ഉണ്ട്, ഉപ്പുണ്ട്, പിന്നെ തണുത്ത ഒരു കുപ്പി വെള്ളമുണ്ട്. ഇത് നമുക്ക് സാധാ ഇത് ഇതിലുള്ളതല്ല, എന്നാലും വെറുതെ ഇവിടെ വെച്ചു എന്ന് മാത്രം. ഓക്കെ, അപ്പൊ ഇത്രയും സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ചലഞ്ച് ചെയ്യുന്നത്. അത് നമ്മൾ കേട്ടോ, ഒരു പേപ്പർ ഓൾറെഡി ഇവിടെ വെച്ചിരിക്കുന്ന സാധനങ്ങളുടെ പേര് ഇതാ ഇതിന്റെ ഉള്ളിൽ വെച്ചിട്ട് നമ്മൾ ഒരു എന്താ പറയുക നൂല് വെച്ച് കെട്ടിപ്പൂട്ടിയിട്ടുണ്ട്. അതിന്റെ ഉള്ളിൽ തന്നെ നമ്മൾ ഈ സാധനം എന്താണ് ചെയ്യേണ്ടത് എന്നും കൂടി നമ്മൾ ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഓരോരുത്തർ വരും. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആത്യമാരിൽ ഒരാൾ വരും, മഹളേരിൽ ഒരാൾ വരും. എന്നിട്ട് ആരാണോ ചെയ്യണേച്ച ഓപ്പോസിറ്റ് ഉള്ള ആള് ഇതെന്ന് കണ്ണടച്ചിട്ട് ഇതിലൊരു ലോട്ട് എടുത്തിട്ട് മറ്റേ തുറന്നു നോക്കുക. അപ്പൊ ഇതിൽ എന്താണോ എഴുതിയിരിക്കണ വെച്ചാൽ അത് ചെയ്യാം. അതാണ് കളി. ഓക്കെ, ഇനി നമുക്ക് കളിച്ചിട്ട് കാണിച്ചു തരാം. അപ്പൊ എന്തായാലും ആദ്യം ഞാൻ ഇന്നത്തെ ആരൊക്കെയാണ് ഈ ഒരു ചലഞ്ച് ചെയ്യണ വെച്ചാൽ അവരെയൊക്കെ നമുക്ക് പരിചയപ്പെടാം അല്ലെ. അപ്പൊ നമുക്ക് അവരെ വിളിക്കാം. ഓക്കെ, ഇതിലെ 2 പേരെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവില്ല, ബാക്കി ഞങ്ങൾ രണ്ടാളും അറിയുന്നുണ്ടായിരിക്കും. ഇതാണ് ഇവിടുത്തെ എന്താ പറയാ, അതല്ലല്ല ആർത്തിയന്മാരില് അത് കഴിഞ്ഞിട്ടാണ് ഞാൻ വന്നത്. ഇത് ഏട്ടന്റെ വൈഫ് കാവ്യ എന്നാണ് പേര്, നന്ദു എല്ലാവരും അറിയുന്നുണ്ടായിരിക്കും. ഇത് അപ്പന്റെ മകളാണ് ദൃശ്യ. അപ്പൊ അപ്പൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ എന്റെ മുന്നത്തെ വീഡിയോ കണ്ടാൽ മതി. അതിൽ ഞാൻ പറയുന്നുണ്ട് നമ്മൾ ആരെയാണ് അപ്പൻ എന്ന് വിളിക്കുക എന്നുള്ള സംഭവങ്ങളൊക്കെ ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ദൃശ്യയുടെ അച്ഛനെയാണ് ഞങ്ങൾ അപ്പൻ എന്ന് വിളിക്കുക. അപ്പൊ അപ്പൻ എന്നുള്ള കാര്യം നിങ്ങൾ മുന്നത്തെ വീഡിയോ കണ്ടു നോക്കും, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ നമുക്ക് കളി തുടങ്ങാം. ആരാ ആദ്യം? ആത്തേമാരില് ഒരാൾ പോവാ, മഹളേരിൽ ഒരാൾ പോവാ. അത് പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ രണ്ടാളുമാണ് ആത്തേമാര് കേട്ടോ. അതായത് ഇങ്ങോട്ട് വേലി കഴിച്ചു കൊണ്ടുവന്ന ആൾക്കാരാണ് ഞങ്ങൾ രണ്ടാളും. ആദ്യം കാവ്യ വന്നു, പിന്നെ ഞാൻ വന്നു. ഇവിടെ ജനിച്ചു വളർന്ന 2 ആൾക്കാരാണ് ഇവര്. അപ്പൊ അവരാണ് മഹളേര് എന്ന് നമ്മൾ പറയാ. അപ്പൊ അവരാണ് ഇവര് 2 പേരും. അപ്പൊ നിങ്ങളില് ഒരാൾ ആദ്യത്തെ വരിക, ഞങ്ങളില് ഒരാൾ ആദ്യം വന്നെടുക്കാം. ഓക്കെ, ആരാച്ച തീരുമാനിക്കാം? അപ്പൊ ആദ്യം വന്ന ആത്തേമാരും ആദ്യം വന്ന മകളുമാണ് ആദ്യം ചെയ്യാൻ പോണേ. അതെ, ഐശ്വര്യമായിട്ട് ഇവര് തുടങ്ങിക്കോട്ടെ. അപ്പൊ നമുക്ക് കളി മനസ്സിലായില്ലേ? അപ്പൊ തുടങ്ങാം. ആരാ? നീ എടുത്തു കൊടുത്തോ. അപ്പൊ അതൊരു കാര്യം പറയാൻ മറന്നു. ഇനിയിപ്പോ കാവ്യക്ക് ചെയ്തിട്ട് ഇപ്പൊ ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ കാവ്യക്ക് പറ്റാത്തൊരു കാര്യമാണ് ഇപ്പൊ ദൃശ്യ എടുത്തു കൊടുത്തത്. കാവ്യക്ക് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഇവർക്ക് ഒരു പോയിന്റ് എക്സ്ട്രാ കിട്ടും കേട്ടോ. ഇപ്പൊ ഇതില് 3 റൗണ്ട് അല്ലേ നമ്മൾ പറയണത്? 3 റൗണ്ടാണ് വരുന്നത്. അപ്പൊ നമുക്ക് ആർക്കാണോ കൂടുതൽ പോയിന്റ് വെച്ചാൽ അവര് ജയിച്ചു. അങ്ങനെയാണ് കളി കേട്ടോ. ഓക്കെ, ചെയ്യണേ. കണ്ണടച്ചെടുക്കണം കേട്ടോ. അങ്ങോട്ട് പോയിരിക്കോ. അതെ, നാരങ്ങ കഴിക്കുക, കടിച്ചെടുക്കാൻ. യെസ്, നാരങ്ങ കഴിക്കണം. അത് ഫുൾ അങ്ങനെ ചവച്ച് നല്ലോണം നീര് തിരക്കണ്ട. അത് കഴിഞ്ഞിട്ട് നമുക്ക് പുറത്തേക്ക് തുപ്പാം.
പറഞ്ഞോളൂ. കടിച്ചെടുത്തോ ഓക്കെ, അപ്പൊ ഞങ്ങൾക്ക് ഒരു പോയിന്റ് കിട്ടിട്ടോ. കാവ്യ അസലായിട്ട് കഴിച്ചു. ഇനി കാവ്യ തിരിച്ചെടുത്ത് ദൃശ്യക്ക് കൊടുത്തു. ഓക്കെ ഓക്കെ, ഇനി അപ്പൊ ഞാൻ ആദ്യമാർക്ക് ഒരു പോയിന്റ് കിട്ടി. ഇനി മഹളേറില് ദൃശ്യാണ് കഴിക്കാൻ പോകുന്നത്. കാവ്യ എടുത്തു കൊടുക്കാൻ പോവാണ്. സിമ്പിൾ ആയിട്ട് പ്രാർത്ഥിച്ചോ. സിമ്പിൾ അല്ലേ? അതിങ്ങനെ വയ്ക്കോ. ആ യെസ്. അത് ശരിക്കും ടീമിന് വേണ്ടിട്ട് ഞാൻ കഴിക്കാം. അടുത്തത് അയ്യോ ഞാനാ. ഓക്കെ, അടുത്തത് ഞങ്ങളാണ് കേട്ടോ. ഭഗവാനെ പച്ചമുളക് എടുക്കല്ലേ നന്ദു. സിമ്പിൾ ആയിട്ട് വെള്ളം മതി. അയ്യോ ഇനി ഒക്കെ ബുദ്ധിമുട്ടുള്ളതാ. നല്ലതുള്ളൂ. അത് കഴിയേ ചെയ്തു. ഉപ്പ് 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 സിമ്പിൾ. ഒരു സ്പൂൺ നിറച്ചെടുക്കണേ. നിറച്ച് അതിലെ എടുത്തു തരാം. എനിക്ക് BP ഉള്ളതുകൊണ്ട് അധികം കഴിക്കാൻ BP ലോ ആണ്. തെറ്റിപ്പോയതാ. ഉപ്പെടുത്തിട്ടുണ്ട്. ഒന്നും പറ്റിയില്ല കേട്ടോ. പോയിട്ട് 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 വേണമെങ്കിൽ വെള്ളം കൊടുത്തോളൂ. പറ്റിയില്ലെങ്കിൽ ഇറക്കി ഇറക്കിട്ടോ. ഈശ്വരാ, ഇനി ഞാന് അയ്യോ, അപ്പൊ ഞങ്ങൾക്ക് രണ്ടാക്കും പോയിന്റ് എഴുതിട്ടോ. നിങ്ങളിപ്പോ ഇഞ്ചി പച്ചമുളക് ഇതിലെല്ലാം കണക്കാ. അപ്പത്തെ പച്ചമുളക് കഴിക്കാനാണ് പറഞ്ഞിരിക്കണത്. നമുക്കൊരു പോയിന്റ് കിട്ടാനുള്ള വകയുണ്ട്. എരിവില്ലാത്തതല്ലേ? നല്ല എരിവുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ കഴിക്കാച്ച ഒരു മുറി കഴിക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ഫുൾ കഴിച്ച് തുപ്പ. ഏതാ വേണ്ട? കഴിക്കണമെങ്കിൽ കഴിക്കാം, കഴിക്കാൻ പറ്റില്ലെങ്കിൽ ഫുൾ കഴിച്ച് തുപ്പ. കഴിച്ച് തുപ്പ ഏതിന്റെ രീതിയിൽ തുപ്പിക്കോ. ഇവിടെ വെച്ചോ. ദൈവമേ, തുപ്പ അങ്ങോട്ട്. നന്ദു വെള്ളം വേണോ? അറിയുള്ളൂ എന്താണെന്ന്. ഇറക്കിയോ? പ്ലാസ്റ്റിക് അല്ലല്ലോ അല്ലേ? എരിവ് കുറവാ. ഇനി വരും. രണ്ടുപേർക്കൊപ്പം 2 പോയിന്റ്. അപ്പൊ ഫസ്റ്റ് റൗണ്ടിൽ 2 പേരും എല്ലാം ചെയ്തിരിക്കുകയാണ്. ഇനി സെക്കൻഡ് റൗണ്ട് ആദ്യം ചെയ്തവരെന്നെ ചെയ്യാൻ പോവാണ്. ഓക്കെ, ആദ്യം ഞാൻ ചെയ്തോ. അപ്പൊ നല്ലോണം ഇരിയും. എടുക്കട്ടെ. ഓക്കെ, നല്ല
കണ്ണ വരയാൻ പോകുന്ന സംഭവങ്ങളാ. മയണൈസ് മുഖത്ത് തേക്കുക. ഫേഷ്യലാണോ? എങ്ങനെ കളയാൻ പോണ സാധനം അത് കേടായി മയണൈസ് എക്സ്പെരിമെന്റ് കഴിഞ്ഞതാ. തവളൊക്കെ അതിന്റെ മുഖത്തോടെ ഇല്ല, തൊടാൻ പറ്റില്ല. full കഴിയാ. അതാ പറയണേ. കുറച്ച് വെച്ച് full എല്ലായിടത്തും ഇങ്ങനെ. കവളിലും അതെ. നെറ്റിയിട്ടു. അതെ. ഇവിടെ ഉള്ളതുകൊണ്ട് ഓണം പോലെ മൂക്കിൽ ടിഷ്യൂ ഇടായിരുന്നു. കൈ തുടക്കാൻ ഉണ്ടോ? ടിഷ്യൂ ഉണ്ടോ താഴെ? അടുത്തത് തുടങ്ങാം. ഓക്കെ. സിമ്പിൾ ആയിട്ടുള്ളത്. ഞാൻ ആദ്യം സിമ്പിൾ ആയിട്ട് ശ്രദ്ധിക്കൂ. അതെ. ഇഞ്ചി ചവച്ചരച്ച് തിന്നാം. നല്ലോണം ചവച്ചരക്കി ഇറക്കണം കേട്ടോ. ഇറക്കിയില്ലെങ്കിലും ലാസ്റ്റ് കുട്ടിക്കോ? വേണ്ട, ചവച്ചരച്ച് തിന്നണം എന്നാ എഴുതിയിരിക്കണേ. അങ്ങോട്ട് നോക്കി നല്ല മണമൊക്കെ വരുന്നുണ്ട് ഇഞ്ചിയുടെ. അതെ. ഇഞ്ചിക്കരുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നല്ലത് വരട്ടെ. കഴിഞ്ഞോ? കുടിച്ചോ, അടുത്ത ആള് കുടിച്ചോ. അതെ. അതിന് ഇത്തിരി ടൗണ് വെള്ളം. ഇനി ഞങ്ങള് സെക്കൻഡ് റൗണ്ട്. കരഞ്ഞു. ദൈവമേ, ദൈവമേ, എനിക്ക് പണി കൊടുക്കാനുള്ള അവസരം ഉണ്ടാക്കി തന്നെ. നമുക്ക് സ്നേഹാണ് നന്ദു വലുത്. അതെ അതെ. ഒപ്പുട്ടാ. എന്താ? മറന്നതല്ല, ഒരെണ്ണം നമ്മള് വേണ്ട കിട്ടത്. അതാണ് എനിക്ക് കിട്ടിയത്. ഒന്നും ചെയ്യണ്ട. യെസ്, ഞാൻ എടുക്കണ. ഇനി ഞാൻ ചെയ്യണല്ലോ. നല്ലോണം ഭാഗ്യമുള്ള രണ്ടുപേര്. ലാസ്റ്റ് റൗണ്ട് നമുക്ക് പേര് ചേഞ്ച് ചെയ്യാം. അടുത്ത റൗണ്ട്. അല്ല എണ്ണ. എണ്ണ കഴുത്തിൽ തേക്കാൻ വെളിച്ചെണ്ണയാണ് കേട്ടോ. അല്ല, വെളിച്ചെണ്ണ അല്ല, സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുത്തിരിക്കണത്. അപ്പൊ ഈ സൺഫ്ലവർ ഇത്തിരി എടുത്തിട്ടുള്ളൂ കേട്ടോ, ഒരു സ്പൂൺ എടുത്തിട്ടുള്ളൂ. അത് കഴുത്തിൽ ഞാൻ തേച്ചിരുന്നോ? നീ തേക്കും. എന്നോട് ഈ ചതി കാണുമ്പോ തന്നെ ചൂട്. വലിയ കഴുത്തുമാണ്. വിസ്തരിച്ച് തേക്കാം. മുഖത്ത് തേക്കണോ? വേണ്ട. എപ്പൊ കുരു ഞാൻ ഇത്തിരി ബാക്കി വെച്ചിട്ടുണ്ട്, പാവല്ലേന്ന് വിചാരിച്ചിട്ട്. അപ്പൊ കഴുത്തില് എണ്ണ തേച്ചു, അതും കഴിഞ്ഞു. അപ്പൊ ഇനി ലാസ്റ്റ് റൗണ്ട് ചേഞ്ച് ചെയ്ത യോഗം. വെള്ളം മാത്രമേ ഉള്ളൂ ഇനി. അല്ല, കൺമഷി അരിപ്പൊടി. ഞാൻ അത് കിട്ടണമെന്നാണ് ഞാൻ വിചാരിച്ചത്. കൺമഷിയോ? ഇടത്തേക്ക് അല്ല, തണുത്ത വെള്ളം തണുത്ത വെള്ളം തലയിൽ ഒഴിക്കുക. ഞങ്ങളിപ്പോ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തോണ്ട് വന്ന നല്ല അടിപൊളി തണുത്ത വെള്ളമാണ്. അതെ. വേണ്ട, അയ്യോ ഒഴിക്കണേ. നല്ലോണം കുളിക്കണ്ടേ. സമാധാനം
ആയിരുന്നു എനിക്ക്. അരിപ്പൊടി പാത്രത്തിൽ തല മുക്കുക. തല മുക്കാൻ പാകത്തിന് അരിപ്പൊടി എടുത്തിട്ടില്ല, ലോക്ക്ഡൌൺ ആയതുകൊണ്ട്. അരിപ്പൊടിക്കൊക്കെ ഭയങ്കര ക്ഷാമം. അതുകൊണ്ട് ഒരു കുഞ്ഞു പാത്രത്തില് ഞങ്ങൾ അരിപ്പൊടി ഇട്ടിട്ടുള്ള ഇതിങ്ങനെ മുഖത്ത് ഇങ്ങനെ വെച്ച് കൊടുക്കാം. കൈ കഴുത്തിലാണെങ്കിൽ ഒട്ടിയിരുന്നോളും. അതെ, പറഞ്ഞു നമ്മളൊരു ടീം. ഇത് നിങ്ങളുടെ ഒരാൾ കണ്ടത് നോക്കി കോപ്പി ഇട്ടും കണ്ടത്. പിന്നെ വെള്ളം കുടിയും. ഞാൻ ഹോളി കളിക്കണ പോലെ എന്നിട്ട് ഇപ്പൊ ഒന്നോടിട്ട് തുറക്കല്ലേ. ഡ്രൈ ഫേഷ്യൽ എന്ന് പറയണതൊക്കെ അങ്ങനെ നമ്മുടെ ലാസ്റ്റ് റൗണ്ട് ആയിരിക്കാണ്. ഞാൻ എടുക്കട്ടെ. പണി വെക്കും നമുക്ക് ജോലി മാറ്റിയിട്ട് കാര്യം. അയ്യോ ഇതില് ഞാൻ കൺമഷി അല്ലെങ്കിൽ ഞാൻ തോൽക്കൂട്ടോ. കൺമഷി നീ ഇത് കുടിക്കോ? ഇത് നീ മൊത്തം അയ്യോ. കുടിക്കോ? വെള്ളം എന്തൊക്കെ പുരികത്തില് അങ്ങനെയൊക്കെ ഉണ്ടോ? പുരികത്തിലല്ല. എഴുതാമല്ലേ പറഞ്ഞത്? നല്ലോണം അങ്ങനെ നല്ല കാട്ടാളത്തി ആക്കണട്ടാ. എനിക്ക് ലാസ്റ്റ് അത് കിട്ടണമെന്ന് ഭയങ്കര ആഗ്രഹം. ലാസ്റ്റ് എനിക്ക് മറ്റത് പറയാനുള്ളതാ. തീരില്ല. ഒരു ബ്യൂട്ടി സൂപ്പർ. ഇനി അടുത്തത് ഒന്നേ ഉള്ളൂ, വെള്ളം കുടിക്കുക. കഴിഞ്ഞു. ഇതോടുകൂടി ഞങ്ങളുടെ ഇത് കഴിഞ്ഞു. ഇത് നല്ല തണുത്ത വെള്ളം കുടിക്കുക. ഇതിൽ എത്ര അര ലിറ്ററിന്റെ എത്രയേ ഉള്ളൂ. ഇല്ല ഒറ്റയടിക്ക് കുടിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ തോൽക്കും. ഇത് ദൃശ്യം കുടിക്കില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കുടിച്ചു കഴിഞ്ഞാൽ രണ്ടുപേർക്കും ഒരേതായിരിക്കും. അതല്ലേച്ച ആദ്യമാസ് വിജയിച്ചതായി ഞാൻ പ്രഖ്യാപിക്കുന്നതായിരിക്കും. തയ്യ പ്രാക്ടീസ് ചെയ്യുന്നു. അതേമാതിരി വിജയിക്കും. മുമ്പ് എടുക്കാൻ. അയ്യോ ശരിയാ. ഗംഭീരല്ലേ? ഒറ്റയടിക്ക് കുടിക്കാൻ ശരിക്കും വാങ്ങാൻ എടുക്കരുത്. കുടിക്കാനായിരുന്നല്ലേ നീ ആയിരുന്നു. അല്ല പറയുമ്പോ അയ്യോ മൊത്തം കുടിക്കുവോ? അതിനോട് 1 ലിറ്റർ എടുക്കാന്ന് ഞാൻ പറഞ്ഞത് കൂടി ശ്രദ്ധിക്കുക. എല്ലാവരും അടിപൊളിയായിട്ട് എല്ലാതും അടിപൊളിയായിട്ട് ചെയ്തു. എല്ലാം കഴിഞ്ഞില്ലേ? യെസ്, എല്ലാം കഴിഞ്ഞതായി. അപ്പോൾ 2 ടീമുകാരും ഒപ്പത്തിനൊപ്പാണ്. ആരും കൂടുതലോ ആരും കുറവോ അങ്ങനെയൊന്നുമില്ല. എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ഈ ഒരു ചലഞ്ച് ഏറ്റെടുത്തു. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ചലഞ്ച് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്നിച്ച് നിൽക്കേ, നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ ഞങ്ങളുടെ ഈ ഒരു ചലഞ്ച് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങൾ അതിനു മുന്നേ വേറൊരു കാര്യം പറയാൻ പറഞ്ഞു. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന് നല്ല ഒരു എന്താ പറയാ, നല്ല അടിപൊളിയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ റെസ്പോൺസ് കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല കമന്റ്സും ലൈക്കും വ്യൂസ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ അടിപൊളി വേറൊരു ചലഞ്ചുമായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. നടക്കുമെന്നറിയില്ല, എന്തായാലും ഞങ്ങൾ ആദ്യം വരുന്നതായിരിക്കും. ഈ ഒരു ചലഞ്ച് നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. എന്റെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തിക്കോളൂ. ഇനി ഞാൻ വീഡിയോസ് പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും. പിന്നെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. അടുത്ത വീഡിയോയിലൂടെ ഇനി
അതുവരെക്കും ദൃശ്യക്ക് എല്ലാം നല്ലതാ കിട്ടിയേ. കുറച്ച് കുമ്പിട്ട് നിക്ക്, കുമ്പിട്ട് ചവിട്ടിയിട്ടില്ല, കുമ്പിട്ട്. നന്ദു കുമ്പിട്ട് തുടക്ക. അവിടെ ഒന്നും പോയിട്ടില്ല. നോക്ക് ദൃശ്യം, അവിടെ ഒക്കെ ഉണ്ട് നിറച്ച്. നേരെ തുടക്കൂ. അത് പോരാ, അതിനെല്ലാം നല്ലതാ കിട്ടിയേ. എനിക്ക് കഷ്ടപ്പാടുള്ളതാ കിട്ടിയ ചോക്ലേറ്റ് കഴിക്കുക. അതാ